ഗൈസ് വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇന്ന് രാവിലെ മൺഡേ നമ്മുടെ ബസ്കറ്റ്സിൻ്റെ ഡബിൾ ബൂസ്റ്റർ എപ്പി പാക്ക് വന്നിട്ടുണ്ട്. സോ നല്ല കിടിലം സ്റ്റാറ്റാണ് വന്നിരിക്കുന്നത്. എനിക്കെന്തായാലും ഒരു ആങ്കർമാൻ മസ്റ്റാണ് ഗെയിമിൽ. സോ നമ്മുടെ ബസ്കറ്റ്സ് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ്. നമുക്കെന്തായാലും ഒരു 3000 കോയിനുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ട്രൈ എടുത്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഫസ്റ്റ് ട്രൈ എടുത്ത് നോക്കാം. ഓക്കെ, ഹിയർ വി ഗോ. ഓ, ഫസ്റ്റ് ട്രൈ തന്നെ തേഞ്ഞ് ഗൈസ്. ഒന്നുമില്ല ഗൈസ്, കുഴപ്പമില്ല. നമുക്കൊരു സെക്കൻഡ് ട്രൈ എടുത്ത് നോക്കാം. ഡയറക്റ്റ് 900 ഗൈസ്. ഉള്ളിൽ ഗ്രീൻ ഉണ്ട്, അതൊന്ന് എപ്പിക്കായാൽ മതിയായിരുന്നു. ഇല്ല ഗൈസ്, അങ്ങനെ നമ്മുടെ സെക്കൻഡ് ട്രൈയും പോയേക്കുവാണ്. തേർഡ് ട്രൈ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുത്ത് നോക്കാം. സോ യെസ്, പോയി ഗൈസ്. പിന്നെയും നമ്മുടെ 900 പോയേക്കുവാണ്. ഒരുമാതിരി തേപ്പ് തന്നെ ആയിപ്പോയി ഗൈസ്. ഒന്നുമില്ല, ഒന്നും തന്നെ ഇല്ല. പിന്നെ ഒരു ഫീച്ചേർഡ് തന്നിരിക്കുകയാണ്. എന്തിനാണ് ഇവർ ഫീച്ചേർഡ് തരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തേക്കാണ്. ഒരു ട്രൈ കൂടി നമുക്കുണ്ട്, ലാസ്റ്റ് ട്രൈ. ഈ ഒരു ട്രൈ കൂടി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നമുക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ തന്നെ ടാപ്പ് ചെയ്യാം. അത്യാവശ്യം ഫീച്ചേർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ എപ്പിക്ക് അടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് പോയില്ലേ, എന്തായാലും കിട്ടാതെ നഷ്ടമായി പോവും ഇത്രയും കറക്കിയത്. സോ ലാസ്റ്റ് ട്രൈ. Here we go. തേഞ്ഞ് ഗൈസ്. എൻ്റെ പള്ളി, 3000 സംതിങ് കോയിൻ കളഞ്ഞിട്ട് ഇത്രയും ഫീച്ചേർഡ് കാർഡ് നമുക്ക് എന്തിനാണ് ഗൈസ്? ഷേ, കംപ്ലീറ്റ് ഫീച്ചേർഡ് കാർഡ് ഇങ്ങനെ തന്നേക്കാണ്. എന്തായാലും 100 കോയിൻ അല്ലേ, അതുകൂടി കൊടുത്തേക്കാം. പോയി, അതും ഫീച്ചേർഡ്. എൻ്റെ മോനെ, ഇവന്മാരില്ലേ എല്ലാ ഫീച്ചേർഡ് കാർഡും തന്നു ഗൈസ്. ശരിയെന്നാ.